ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. പാനൂരിനടുത്ത് ഒരു 19 വയസ്സുകാരി ഒരു അക്ഷയ ഓൺലൈൻ കേന്ദ്രത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചൊരു വാർത്ത. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അത്തരം ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ നമുക്ക് ചെറിയൊരു ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ അവരെ നമുക്ക് തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കുഴഞ്ഞു വീണ വ്യക്തി ഹൃദയസ്തംഭനമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എത്രയും പെട്ടെന്ന് CPR ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തുകൊണ്ട് അവരെ അഡ്വാൻസ് കെയർ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ നമുക്ക് തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരാൾ അബോധാവസ്ഥയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഏരിയ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. ശേഷം അദ്ദേഹത്തിന് പ്രതികരിക്കുന്നുണ്ടോ, ബോധമുണ്ടോ എന്നറിയാൻ 2 ഷോൾഡറും ഹലോ സാർ, അറിയോക്കെ ഇതുപോലെ നമ്മൾ തട്ടി വിളിച്ചു നോക്കുക. അപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് കോൾ ഫോർ ഹെൽപ്പ്, ഒരു വൈദ്യസഹായം തേടുകയും ശേഷം അദ്ദേഹം ശ്വസിക്കുന്നുണ്ടോ അതറിയാൻ വേണ്ടി നമ്മൾ നെഞ്ചിലോട്ട് നോക്കണം. ബ്രീത്തിങ് എടുക്കുന്നുണ്ടോ, ചെസ്റ്റ് മൂവ്മെന്റ് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പൾസ് നോക്കാൻ പറ്റുന്ന ട്രെയിൻഡ് ആയ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ കഴുത്തിലെ പൾസ്, കരോട്ടിഡ് പൾസ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ സമയത്ത് അദ്ദേഹം പ്രതികരിക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല, പൾസും കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം അയാളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്ന് പോയിട്ടുണ്ട്. അതാണ് ഹൃദയസ്തംഭനം, കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഒരാൾക്ക് എവിടെ സംഭവിച്ചുവോ ആ സമയത്ത് അവിടെ ആരാണോ ഉള്ളത് അവരാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതും ചെയ്തുകൊണ്ട് അവർ അഡ്വാൻസ് കെയർ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതും. അതിനാണ് നമ്മൾ CPR എന്ന് പറയുന്നത്, കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ. ആ നിന്നുപോയ ഹൃദയത്തെയും ശ്വാസകോശത്തെയും നമ്മൾ പഴയൊരവസ്ഥയിലേക്ക് വീണ്ടെടുക്കാൻ, പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പ്രക്രിയ CPR. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, ചെയ്തുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുമാണ്. അപ്പോൾ നമുക്ക് CPR എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ CPR എന്ന് പറയുന്നത് നെഞ്ചിനമർത്തി കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ ശ്വാസവും കൊടുക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കാർഡിയാക് കംപ്രഷൻ, ആ നിന്ന് പോയ ഹാർട്ടിനെ നമ്മൾ എക്സ്റ്റേണലി പുറമെ നിന്ന് കൈകളിൽ ഉപയോഗിച്ച് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കും അതുപോലെയുള്ള മറ്റുള്ള അവയവങ്ങളിലേക്കുള്ള ബ്ലഡിനെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആളൊരു ബ്രെയിൻ ഡെത്ത് കോമയിലേക്ക് പോകും. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ CPR കൊടുത്തുകൊണ്ടാണ് ഒരു അഡ്വാൻസ് കെയർ കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് കെയർ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ അവരെ നമുക്ക് കംപ്ലീറ്റ്ലി നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവിടെയാണ് CPR ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അയാൾ ഉറച്ച പ്രതലത്തിൽ ഇതുപോലെ സുപ്പീൻ പൊസിഷനിൽ കിടത്തുക. ശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ സെന്റർ ഓഫ് ദി ചെസ്റ്റ്, നെഞ്ചിന്റെ മധ്യഭാഗം 2 നിപ്പിളിന്റെയും ഇടയിൽ നമ്മുടെ പവറുള്ള കൈയുടെ ഹീൽ ഓഫ് ദി പാം, കൈത്തണ്ട, ഈ ഒരു പാർട്ട് സെന്റർ ഓഫ് ദി ചെസ്റ്റിൽ വെക്കുന്നു. അടുത്ത കൈ കൊണ്ട് നമ്മളിത് ലോക്ക് ചെയ്ത് പിടിക്കുക, ഇന്റർലോക്ക് ചെയ്യുക, ഉണ്ടല്ലേ. പിന്നെ കൈ മുട്ട് വളയത്, എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ആളുടെ ബോഡി വെയിറ്റ് വിക്ടിമിന്റെ ചെസ്റ്റിലോട്ട് വരണം. അറ്റ്ലീസ്റ്റ് 2 ഇഞ്ചസ്, നിങ്ങൾ കുറഞ്ഞത് 2 ഇഞ്ചെങ്കിലും താഴ്ചയിൽ വേണം ഈ എക്സ്റ്റേണൽ കാർഡിയക് കംപ്രഷൻ കൊടുക്കാൻ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇങ്ങനെ നമ്മൾ 30 തവണ നെഞ്ചിൽ അമർത്തി ശേഷം 2 തവണ റെസ്ക്യൂ ബ്രത്ത് കൊടുക്കണം. അതിനുവേണ്ടി തല അല്പം പുറകോട്ട് ചരിച്ച് താടി പൊക്കിക്കൊടുത്ത് മൂക്കമർത്തി പിടിച്ച് മൗത്ത് ടു മൗത്ത് 1 2 ഇങ്ങനെ 2 ബ്രത്ത് കൊടുക്കുക. വീണ്ടും 30 കംപ്രഷൻ 1 2 3 4 5. അങ്ങനെ ഈ ഒരു പ്രക്രിയ നമ്മളൊരു 5 ടൈംസ് 5 സൈക്കിൾ നമ്മൾ ചെയ്യാം. 30 കംപ്രഷൻ, 2 ശ്വാസം, ഇങ്ങനെ ഒരു 5 തവണ 5 സൈക്കിൾ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ പരിശോധിക്കണം, ശ്വാസവും പൾസും തിരിച്ചു വന്നിട്ടുണ്ടോ, ഇത്രയും സമയം ചെയ്തുകൊണ്ട് ആൾക്ക് വല്ല റിസൾട്ടും ഉണ്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രക്രിയ വീണ്ടും തുടരണം. ഒന്നുകിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആൾക്ക് വല്ല റിസൾട്ടും കിട്ടുന്നത് വരെ നമുക്ക് തുടരാവുന്നതാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നതാണ്. ഇതാണ് CPR എന്ന് പറയുന്നത്.